കാർഷിക കേരളത്തിന്റെ തകർച്ചയോർത്ത് സങ്കടപ്പെടുന്നവർ ഇതാ ഇവിടെ സലാലയിലേക്ക് വരിക. കേരളത്തിന്റെ പച്ചപ്പും സമൃദ്ധിയും ലഭിച്ച ഗൾഫിലെ തന്നെ വേറിട്ട ഈ പ്രദേശം മലയാളിക്ക് നൽകുന്നത് നൊസ്റ്റാൾജിയ മാത്രമല്ല. കൃഷിയോടുള്ള മനോഭാവം, കാർഷിക സംസ്കൃതിയോടുള്ള അനുരാഗം, അതിലപ്പുറം ലാഭകരമായ ഉപജീവനമാക്കി അതിനെ മാറ്റാനുള്ള താൽപര്യം എന്നിവയൊക്കെ പഠിക്കാൻ നാം സലാലയിൽ തന്നെ വരണം. ജലലഭ്യതയും വളക്കൂറുള്ള മണ്ണും അനുകൂല കാലാവസ്ഥയും ഇത് മാത്രമല്ല സലാലയുടെ കാർഷിക വിജയത്തിന്റെ രഹസ്യം. അർപ്പണബോധത്തോടെ മണ്ണിനെ സ്നേഹിക്കുന്ന കർഷകരും കൂടി ചേരുമ്പോഴാണ് ഇവിടുത്തെ കാർഷിക വിപ്ലവം പൂർണ്ണതയടയുന്നത്. എല്ലാം ഉണ്ടായിട്ടും നമ്മുടെ കൊച്ചു കേരളത്തിൽ കാർഷിക സംസ്കാരത്തിൽ നിന്നും പിന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടെന്ന ചോദ്യവും ഇവിടെ നിന്ന് ഉയർന്നു. സലാലയിലെ സ്വദേശികൾക്കും വിദേശികൾക്കും വേണ്ട ഏറെക്കുറെ വിഭവങ്ങളും ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നു. മാത്രമല്ല ഒമാന്റെ മറ്റു ഭാഗങ്ങളിലേക്കും അയൽ ഗൾഫ് രാജ്യങ്ങളിലേക്കും കാർഷിക വിഭവങ്ങൾ ധാരാളം കയറ്റി അയക്കുകയും ചെയ്യുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറി ലോറികൾ വന്നില്ലെങ്കിൽ അന്നം മുടങ്ങുന്ന നമ്മുടെ മലയാളികൾ സലാലയുടെ മണ്ണിൽ നിന്ന് നെഞ്ചിൽ കൈവച്ച് ഒരു ചോദ്യം സ്വയം ചോദിക്കണം. സത്യത്തിൽ നമ്മുടേത് ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയോ? ടീ ടോക്ക് ആരായുന്നു. സലാലയുടെ കാർഷിക വിപ്ലവത്തിന്റെ വിജയരഹസ്യം. Come let's chat on Sand for Tea Talk. It's me Chris with you. ഇന്ന് ടീ ടോക്കിൽ നമ്മോടൊപ്പം അബ്ദുൽ ഖാദർ കൊടുങ്ങല്ലൂർ. തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ സ്വദേശി, 33 വർഷമായി സലാലയിലുണ്ട്. അൽ ബിലാദ് ഗ്രൂപ്പിന്റെ മാനേജിംഗ് ഡയറക്ടർ, മുൻ കോൺസുലർ ഏജന്റ്, ബ്ലോഗ് എഴുത്തുകാരൻ, കലാ സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ സലാലയിലെ സജീവ സാന്നിധ്യം. സുരേന്ദ്രൻ, കൊല്ലം ജില്ലയിലെ ചവറ സ്വദേശി, സലാലയിലെ ആദ്യകാല മലയാളി കർഷകൻ, 36 വർഷമായി ഇവിടെയുണ്ട്. ഇവിടുത്തെ മണ്ണും കൃഷിയുമായി ആഴത്തിലുള്ള ബന്ധം. സ്വദേശികളിൽ നിന്ന് തോട്ടം പാട്ടത്തിനെടുത്ത് നടത്തിവരുന്നു. അബ്ദുൽ അസീസ്, പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടുത്ത് ആമയൂർ സ്വദേശി, 22 വർഷമായി സലാലയിലെ മണ്ണിൽ അധ്വാനിക്കുന്ന കർഷക തൊഴിലാളി. ഇവിടുത്തെ കൃഷി രീതികളെക്കുറിച്ച് നല്ല അവഗാഹം. ജോൺസൺ, കൊല്ലം ജില്ലയിലെ ആയൂർ സ്വദേശി, 13 വർഷമായി സലാലയിലുണ്ട്. തേനീച്ച കർഷകൻ, തേനീച്ച ക്രാഫ്റ്റിംഗ് മേഖലയിലെ വിദഗ്ധനും ട്രെയിനറും. തേനീച്ച കൃഷിയിലും മറ്റ് കൃഷികളിലും പരിചയസമ്പന്നൻ. നാട്ടിലെ കർഷകർ കണ്ടുപഠിക്കേണ്ട കാര്യം എന്താണ്? ഇവിടുന്ന് നാട്ടിലെ കർഷകരെ കണ്ടുപഠിക്കുകയും അവർ നമ്മൾ പറയുന്നു അവർ പഠിക്കണം. കാരണം അവർ നാട്ടിലെ ജനങ്ങൾ കൃഷിക്കാരിത് ചെയ്യാൻ തയ്യാറല്ല. അവർക്ക് കൃഷിയോട് താല്പര്യവുമില്ല, അവരത് ചെയ്യത്തുമില്ല. അവർക്ക് ജോലി ചെയ്യാതെ കാശ് കിട്ടണം. അഥവാ ആരെങ്കിലും ഇവിടെ നിന്ന് വന്ന് 10 കാശുണ്ടായിക്കൊണ്ടേ എന്തെങ്കിലും തൊഴിൽ തുടങ്ങിയാലും അവർ കൊടി പിടിക്കുകയുള്ളൂ. ഞാൻ തന്നെ വന്നിട്ട് വിജയിക്കാൻ കാരണം കൊടിപിടുത്തമില്ലാത്തതുകൊണ്ടാണ്. അല്ല, അത് മാത്രമല്ല, അതൊരു സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. എങ്കിൽ പോലും ഇവിടെ ഇവിടെ ബന്ധും ഹർത്താലും ഇല്ലാത്തൊരു സ്ഥലമാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഇവിടെ പണിയെടുത്താൽ അതിന് പ്രതിഫലം കിട്ടും. അത് ഇവിടെ പ്രത്യക്ഷത്തിൽ കാണും. ആ കിട്ടുന്ന പ്രതിഫലം ഇവിടെ അടിച്ചു പൊളിച്ച് ചെലവഴിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല. കാരണം അതുകൊണ്ട് തന്നെ അവരത് സുരക്ഷിതമായി സൂക്ഷിച്ച് നാട്ടിലേക്ക് കൃത്യമായി അയക്കുന്നു. ഒരു സമ്പാദ്യ മാർഗം കണ്ടെത്തുന്നു, സമ്പാദിക്കുന്നു, പണക്കാരാകുന്നു, സമ്പന്നരാകുന്നു. ഈ ഒരു കാര്യത്തിൽ ഇവിടുത്തെ കൂലി അല്ലെങ്കിൽ അവർക്ക് ലഭിക്കുന്ന ആ പണം അത് എന്ത് രീതിയിലാണ്? അത് നല്ലൊരു എമൗണ്ട് ആണോ? നേരത്തെ ഞാൻ തീർച്ചയായിട്ടും അതായത് ഒരു ജോലിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് നാട്ടിൽ എല്ലുമുറിയെ പണിയെടുത്താൽ കിട്ടാത്ത അത്രയും പ്രതിഫലം ഇവിടുന്ന് കിട്ടുന്നു. അതുകൊണ്ടാണല്ലോ ഇവിടെ തെങ്ങേറ്റക്കാർ സുലഭമാണ്. നാട്ടിൽ തെങ്ങേറ്റക്കാരെ കിട്ടാനില്ല. ഇവിടെ കൈക്കോട്ട് പണിക്കാർ സുലഭമാണ്. കാരണം നാട്ടിൽ നിന്ന് വരുന്നവര് എല്ലുമുറിയെ പണിയെടുക്കാൻ തയ്യാറാണ്. നാട്ടിൽ കാണാതെ പോയ അവരൊക്കെ എവിടെ വന്നു എന്നുള്ളത് മനസ്സിലായി. സലാലയിലേക്കാണ് വന്നത്. വിദേശങ്ങളിലുള്ള കാർഷിക മേഖലയിലേക്കൊക്കെയാണ് നമ്മുടെ മലയാളികൾ പോയിട്ടുള്ളത്. അവിടെ അവർ എല്ലുമുറിയെ പണിയെടുത്ത് കാശുണ്ടാക്കുന്നു. മറിച്ച് കേരളത്തിൽ അത്രയും എല്ലുമുറിയെ പണിയെടുക്കാൻ തയ്യാറല്ല. കിട്ടിയാൽ തന്നെ കിട്ടുന്ന സമ്പത്ത് അടിച്ചു പൊളിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മുടെ നാട്ടിൽ ചുറ്റുമുണ്ട്. ഇവിടെ കാലത്ത് 5 മണിക്ക് എണീറ്റിട്ട് പണി ചെയ്യാനുള്ള ജോലി ചെയ്യാനുള്ള ഒരു മനസ്സെല്ലാവരും കാണിക്കണം. കാലത്ത് 5 മണിക്ക് എണീറ്റ് അവിടെ ജോലിയിൽ ഏർപ്പെടും. നാട്ടിലതില്ല. നാട്ടിലെല്ലാവരും ഈ 9 മണി 9:30 മണി ആ സമയമൊക്കെ വെച്ച് ടൈം ടേബിളൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണ്. നാട്ടില് ഇത് വിപണിയിലേക്ക് എത്തുമ്പോൾ ഇടനിലക്കാർ വരുന്നുണ്ട്.
അത് ഒരു വിപണിയിൽ എത്തിക്കഴിയുമ്പം അത് വിറ്റ് പോകുന്നത് ശരിയായ വിലയ്ക്കാണോ എന്ന് ഇവർ അറിയുന്നില്ല. കർഷകർക്ക് അവർക്ക് കിട്ടേണ്ട ശരിയായ പണം ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. ഇവിടെ എങ്ങനെയാണ്? ഇടനിലക്കാരുണ്ടോ? ഈ വിപണി എന്ന് പറയുന്നത് നേരത്തെ കർഷകന്റെ ആ ഒരു തോട്ടത്തിലേക്ക് തന്നെ എത്തുന്നു എന്ന് പറഞ്ഞു. ഇടനിലക്കാരൊക്കെ വരാറ്? വിപണിക്ക് ഇടനിലക്കാരുണ്ട്, പക്ഷെ എന്നിരുന്നാൽ പോലും കർഷകന് മാന്യമായ വില കിട്ടുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു പ്രത്യേകത കൂടെ. നാട്ടിലുള്ള പോലത്തെ പ്രശ്നങ്ങൾ ഇവിടെ നാട്ടിലുള്ളത് പോലത്തെ പ്രശ്നങ്ങൾ ഇവിടെ ഇല്ല. ഇനിയിപ്പോ നാടിന്റെ ആ ഒരു സ്പെഷ്യാലിറ്റി, നാട്ടിൽ നിന്ന് വിത്തുകൾ വരാറുണ്ടോ? എല്ലാ രാജ്യത്തിന്റെ വിത്തുകളും വരാറുണ്ട്. നാട്ടിന്റെ വിത്തുകളും ഉണ്ട്, ഇന്ത്യൻ്റെ ഉണ്ട്, അമേരിക്കൻ്റെ ഉണ്ട്, എല്ലാ രാജ്യത്തെയും. ഏതാണ് ഏറ്റവും നന്നായിട്ട് വിളയുന്നത്? ആദ്യ കാലത്തൊക്കെ ഇന്ത്യൻ്റെ വിത്തുകൾ വിളയായിരുന്നു. ഇപ്പം പിന്നെ അത് പറഞ്ഞാൽ അമേരിക്കൻ്റെയും മറ്റു രാജ്യങ്ങളും. തക്കാളി വിത്തൊക്കെ നേരത്തെ ഡെൻമാർക്കിന്റെ തക്കാളി വിത്തായിരുന്നു, നല്ലതുണ്ടായിരുന്നു. ഡെൻമാർക്കിന്റെ തക്കാളി. എനിക്ക് ഇവിടുത്തെ അഗ്രികൾച്ചറിന്റെ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. അടുത്തൊരു തലമുറയെ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുട്ടികളെല്ലാം ഈ കൃഷിയിൽ താല്പര്യം എടുക്കാറുണ്ടോ? ഇവിടുത്തെ കുട്ടികൾ അത് നമ്മുടെ പ്രവാസികളുടെ മക്കളാവാം, അല്ലെങ്കിൽ അതിലൊരു വലിയ സങ്കടകരമായ ഒരു അവസ്ഥയുണ്ട്. കാരണം പുതിയ തലമുറയെ കാർഷിക മേഖലയിലേക്ക് ആകർഷിക്കാൻ വേണ്ട പദ്ധതികൾ ശരിക്കും ഗവൺമെൻറ് തലത്തിൽ നടപ്പാക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ പുതിയ ജനറേഷൻ പോയിക്കൊണ്ടിരിക്കുന്ന ടെക്നോളജിയുടെ പുറകെയാണ്. ലേറ്റസ്റ്റ് ടെക്നോളജി വരുമ്പോൾ അതിൻ്റെ പുറകെ കാർഷിക മേഖലയെ അവർ ശ്രദ്ധിക്കുന്നില്ല. അത് പ്രവാസികളുടെ മക്കളായാലും ശരി, ഇവിടുത്തുകാരുടെ മക്കൾ. സലാലയിലെ കാര്യം തന്നെയാണ് പറയുന്നത്. അങ്ങനെ ആ കാർഷിക മേഖലയിലേക്ക് ഇളം തലമുറ തിരിഞ്ഞു നോക്കുന്ന ഒരു രംഗം ഇതുവരെ എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. കാരണം അവരതിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. പക്ഷെ അത് വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ അതിനുവേണ്ടി ഒരു പ്രത്യേക സംവിധാനം ഉണ്ടാക്കണം. കാർഷിക മേഖലയെ ശ്രദ്ധിക്കണം. കൃഷിയാണ് നമ്മുടെ നട്ടല്. കാരണം ഇവിടെ സലാലയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇവിടെ എണ്ണയില്ലെങ്കിലും ജീവിക്കാം. ഗൾഫ് രാജ്യമാണെന്ന് പറഞ്ഞിട്ട് എണ്ണയില്ലെങ്കിലും ഇവിടെ ജീവിക്കാം. ഇവിടെ മത്സ്യബന്ധനവും കാർഷിക മേഖലയും ശക്തമാണ്. മത്സ്യമേഖലയും കാർഷിക മേഖലയും വളരെ സുലഭമാണ്. പക്ഷെ ഇത് ആകർഷിക്കാനായി ഒരു നീക്കം ആണ് അത് ഉണ്ടാകേണ്ടത്. അത് മുതിർന്ന തലമുറയുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. പുതിയ ജനറേഷനെ ഈ മേഖലയിലേക്ക് ആകർഷിക്കാനുള്ള ഒരു സംവിധാനം. ഇപ്പോൾ ഇവിടുത്തെ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ മലയാളികളും ഏതെങ്കിലും സ്കൂളിൽ നിന്ന് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് വിവരണം കൊടുക്കാനൊക്കെ ഇവർ തയ്യാറാണ്. പക്ഷേ അവരെ അതിന് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ ആരും ശ്രമിക്കുന്നില്ല എന്നുള്ളത് ഒരു നഗ്നമായ സത്യമാണ്. ഇപ്പൊ ടൂറിസ്റ്റ് ആയിട്ട് ആൾക്കാർ വരുന്നവരും ഇതെല്ലാം കണ്ടിട്ട് കൊള്ളാം എന്ന് പറഞ്ഞ് ആസ്വദിക്കും. കേരളത്തിലെ കണ്ടിട്ട് അത്ഭുതം കൂടി പോകും. ടൂറിസ്റ്റ് ആയിട്ട് വരുന്നവർ പറയുന്നത് നിങ്ങളെല്ലാം ഭാഗ്യവാന്മാരാണ്. എന്തുകൊണ്ടെന്നാൽ നല്ല കാലാവസ്ഥ, നല്ല ഫ്രഷായിട്ട്, ഇപ്പം മത്സ്യമായാലും ഫ്രഷാണ്, മട്ടൺ ബീഫ് ആയാലും ഫ്രഷാണ്, വെജിറ്റബിൾ ആയാലും ഫ്രഷാണ്. ഇപ്പോൾ നമുക്കൊരു ഗസ്റ്റ് വരുവാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ ഓടി ബേക്കറിയിൽ പോയി എന്തെങ്കിലും മേടിക്കേണ്ട കാര്യമില്ല. ആരെയും ഒരു തെങ്ങി കയറി ഒരു ഇളനീരിട്ട് ഒരു ഇളനീരോ 2 പഴവും കൊടുക്കുകയാണെങ്കിൽ അവൻ ബേക്കറി പോയി ബേക്കറി സാധനം ഒരു ചായ കുടിക്കുന്നതിലും തൃപ്തിയാണ് ഒരു ഇളനീരും 2 പഴവും കഴിക്കുന്നത്. അങ്ങനെ എപ്പോഴും ദുബായിൽ നിന്നും കുവൈറ്റിൽ നിന്നും പല രാജ്യത്തു നിന്നും ഇവിടെ ആൾക്കാർ വരുന്നവരെല്ലാം വളരെ സന്തോഷത്തോടെയാണ് ഇവിടെ വന്ന് മടങ്ങി പോകുന്നത്. അതുകൊണ്ട് ആൾക്കാർ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ വർഷം തന്നെ എത്രയോ മില്യൺ ആൾക്കാർ അവിടെ ഒമാനിലോ സലാലയിൽ വന്നു. ഡെവലപ്മെൻ്റ് ആയാലും ഇപ്പം നാട്ടിലെ കൂട്ടല്ല. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ രീതിയിൽ ഇപ്പോൾ 2002 കാറ്റിൽ വന്ന് ഒരുപാട് നഷ്ടം ഉണ്ടായി എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഇവിടുത്തെ ഗവൺമെൻറ് ഡാം, അതായത് വെള്ളം ഈ കൃഷി മേഖലയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയുള്ള ഡാം അവിടെ പണിഞ്ഞു കഴിഞ്ഞു. നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിൽ ഇന്ന് വന്ന് തറക്കല്ലിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം 40 വർഷം കഴിഞ്ഞായിരിക്കും വീണ്ടും ഒരു തിരിച്ചു വരുന്നത്. അങ്ങനെയുള്ളൊരു വ്യത്യാസമുണ്ട് ഈ സലാലെ, അതായത് ഒമാനിൻ്റെ ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഈ കൃഷി മേഖല അല്ലെങ്കിൽ കാർഷിക മേഖല മുഴുവനായിട്ട് എടുക്കുന്നതിൽ നമുക്ക് മത്സ്യം അതും കൂടെ വരുന്നുണ്ട്. എത്രത്തോളം മലയാളികളാണ് അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത്? ധാരാളം മലയാളികൾ മത്സ്യമേഖലയിലും പ്രവർത്തിക്കുന്നുണ്ട്, ഈ കാർഷിക മേഖലയിലും പ്രവർത്തിക്കുന്നുണ്ട്. കാരണം ഈ 2 മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ളവരാണ് മലയാളികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റാരേക്കാളും ഇപ്പോൾ മറ്റുള്ള രാജ്യക്കാരുണ്ട്, പക്ഷെ അവരെക്കാളും കൂടുതൽ ഇവിടുത്തെ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് അല്ലെങ്കിൽ കൂടെ കൂട്ടുന്നത് മലയാളികളെയാണ്. കാരണം ഏത് മേഖലയിൽ മലയാളി കൈവച്ചാലും അവിടെ ഒരു മലയാളിത്വം അല്ലെങ്കിൽ അവൻ്റെ ഒരു തനിമ പ്രകടിപ്പിക്കാൻ പുതിയൊരു പ്രൊജക്ട് തുടങ്ങാൻ ഉദ്ദേശിച്ചാൽ ഒരു മലയാളി അതിന്റെ തലപ്പത്ത് ഉണ്ടാകും. അങ്ങനെ ഒരു പ്രത്യേകത നമ്മളിവിടെ കണ്ടിരുന്നു. ഇവിടുത്തെ ആദ്യമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ രാജ്യം സന്ദർശിക്കുന്നത് രാജീവ് ഗാന്ധിയാണ്. രാജീവ് ഗാന്ധി ഈ രാജ്യം സന്ദർശിച്ചപ്പോൾ ഇവിടുത്തെ ഭരണാധികാരി സുൽത്താൻ ഖാബൂസ് ബിൻ സയ്യിദ് രാജീവ് ഗാന്ധിയോട് പറഞ്ഞത് ഇന്ത്യക്കാരുടെ പ്രവർത്തനം, പ്രത്യേകിച്ച് കേരള പീപ്പിളിൻ്റെ, അതായത് മലയാളികളുടെ
പ്രവർത്തനത്തേക്ക് അങ്ങേറ്റം ശ്ലാഘിച്ചാണ് സംസാരിച്ചത്. ഇവിടുത്തെ പത്രങ്ങളൊക്കെ അത് നല്ല ഇംഗ്ലീഷ് പത്രങ്ങളായാലും അറബി പത്രങ്ങളായാലൊക്കെ വളരെ വെണ്ടയ്ക്ക നിരത്തിയാണ് അവർ കൊടുത്തത്. അതുപോലെ തന്നെ ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇവിടുത്തെ ഭരണാധികാരിയുടെ ഗുരുവും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തോടും പറഞ്ഞു ഇന്ത്യക്കാരുടെ സേവനം വളരെ പ്രശംസനീയമാണ്, പ്രത്യേകിച്ചും കേരളക്കാരുടെ എന്ന് അതും പത്രങ്ങളിൽ വന്നു. വാജ്പേയി പ്രധാനമന്ത്രിയായിരിക്കുന്ന സമയത്ത് ഈ സലാലയിലായിരുന്നു ഇവിടുത്തെ ഭരണാധികാരി ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം സലാലയിലേക്ക് വന്നു. സലാലയിൽ വന്നപ്പോഴും വാജ്പേയി ആ മീറ്റിങ്ങിൽ പറഞ്ഞത് ഇന്ത്യക്കാരെ കുറിച്ച് നല്ല മതിപ്പോടുകൂടിയാണ് നമ്മുടെ ഇവിടുത്തെ ഭരണാധികാരി എന്നോട് സംസാരിച്ചത്, പ്രത്യേകിച്ചും കേരളക്കാരെക്കുറിച്ചൊക്കെ സംസാരിച്ചു. വ്യക്തികളുടെ പേരെടുത്ത് പോലും പറയേണ്ട അദ്ദേഹം. അപ്പോൾ അത്രമാത്രം നമ്മുടെ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്നത് ഇവിടെ കഠിനാധ്വാനം ചെയ്യാൻ നമ്മുടെ ആളുകൾ തയ്യാറാണ്. മറിച്ച് നമ്മുടെ നാട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ മടിയന്മാരാകുന്നു. അതല്ലെങ്കിൽ നാട്ടിലുള്ളവർ അവരെ ആ കഠിനാധ്വാനത്തിൽ നിന്നും പിന്മാറ്റുന്ന പല മേഖലകളും നാട്ടിലുണ്ട്. ഉദാഹരണത്തിന്, കാരണം വൈകുന്നേരം കൂലി കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഓടുന്നത് റേഷൻ ഷോപ്പിലേക്കല്ല. അത് അങ്ങനെ ഒരു ഘടകം ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ ഉണ്ടെങ്കിൽ തന്നെ അതിനൊക്കെ സംവിധാനങ്ങളുണ്ട്. പക്ഷെ അത് ചെലവഴിക്കുന്ന രീതിക്കും ഒരു ലിമിറ്റേഷൻ ഉണ്ട്. സുരേന്ദ്രൻ ചേട്ടാ, ആദ്യകാലത്ത് ഇവിടെ തെങ്ങ് ഇതേപോലെ തന്നെ ആയിരുന്നു. എങ്ങനെയാണ് ഈ തെങ്ങിൻ തൈകൾ അല്ലെങ്കിൽ തെങ്ങ് ഇത്രയും ഇവിടെ വരാൻ കാരണം? ഇവിടെ ആദ്യകാലത്ത് ഇപ്പോഴത്തെ രാജാവിൻ്റെ അച്ഛൻ്റെ കാലത്ത് ഈ ലാഞ്ചിയിൽ മറ്റുള്ള അറബികൾ പോയി ആണ് ഇവിടെ ഈ തെങ്ങ് ആദ്യം നടന്നത്. 100-150 വർഷത്തിന് മുമ്പ്. പിന്നെ അത് കഴിഞ്ഞ് മലയാളികളൊക്കെ വന്ന് മറ്റ് പലരും ലാഞ്ചിയിലൊക്കെ വന്ന് ഈ തെങ്ങ് അവർക്കറിയത്തില്ല ഇതെങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, തൈയുണ്ട്. നമ്മൾ തന്നെ കാണിച്ചു കൊടുത്ത്, മലയാളിയും ഇത് കാണിച്ചു കൊടുത്തിട്ട് തെങ്ങ് ഉണങ്ങിയ തേങ്ങ പറിച്ച് പാവി നമ്മുടെ നാട്ടിൽ പാവുന്ന പോലെ പാവി നട്ട് അവരും അപ്പോൾ അതുപോലെ ചെയ്തു കൊടുക്കും. ഇതിൽ ലോഞ്ചിയിലുള്ള ബിസിനസ് മലബാർ ഏരിയ ആയിട്ട് അടുത്ത അറബികൾക്ക് ബന്ധമുണ്ടായിരുന്നു. കോഴിക്കോട് നിന്നൊക്കെ സാധനങ്ങൾ കണ്ടമാനം അറബികൾ ഇവിടെ കൊണ്ടുപോയി ഇവിടുത്തെ സാധനങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോവുക, അങ്ങനെ പലതും ഉണ്ടായിരുന്നു. അക്കാലത്ത് അവിടെ നിന്ന് വന്നു പെട്ടതാണ് ഈ നാളികേരം എന്നും കേൾക്കുന്നു. പിന്നെ ചേരവൻ പെരുമാളിൻ്റെ അദ്ദേഹത്തിൻ്റെ കപ്പലിൽ കണ്ടമാനം ഉണങ്ങിയ നാളികേരം കിടക്കുന്നതിന് അദ്ദേഹം ഇവിടെ പാലസിൽ ഹജ്ജ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഇവിടെ അതിഥിയായിട്ട് വരികയും അദ്ദേഹത്തിൻ്റെ കപ്പലിലുണ്ടായിരുന്ന നാളികേരം ഇവിടെ വെച്ച് പിടിപ്പിക്കുകയും ചെയ്തു എന്നൊക്കെയാണ്. അതിൻ്റെ സംരക്ഷകനും കൂടിയാണ് അദ്ദേഹം. കാരണം ചേരവൻ പെരുമാളിൻ്റെ ആ ഒരു ശവകുടീരം ഇവിടെ ഉണ്ട്. അത് ഒരു തോമ്പുണ്ട് ഇവിടെ, അത് സംരക്ഷിക്കുന്നത് ഇദ്ദേഹമാണ്. ഇതിൽ ഇനിയിപ്പോൾ ഈ ഒരു ചരിത്രത്തിൻ്റെ ആ ഒരു സുഗന്ധം, മണ്ണിൻ്റെ മണം, അതിനോടൊപ്പം തന്നെ ഒരു പുത്തൻ രീതിയിൽ ഇപ്പോൾ നമ്മൾ നാട്ടിൽ പറയും ഇടകൃഷി എന്നൊക്കെ പറയും. അപ്പോൾ ഈ വാഴയ്ക്ക് അങ്ങനെ ഇടകൃഷിയോ അല്ലെങ്കിൽ പുതിയ പരീക്ഷണങ്ങളോ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്? പുതിയ പരീക്ഷണങ്ങളായിട്ട് നമ്മൾ പുതിയ വാഴകൾ പഴയതാകുമ്പം വേറെ സ്ഥലം പൂട്ടി അത് കൃഷി ചെയ്യുന്നതല്ലാതെ പ്രത്യേകിച്ച് വേറെ പരീക്ഷണങ്ങളൊന്നും പിന്നെ ഒന്നുമില്ല. ഇനി ഇത് ഒരു 10-12 15 വർഷത്തിന് മുമ്പ് അമേരിക്കൻ്റെ വാഴക്കന്ന് കൊണ്ടുവന്നു ഇവിടെ അർസാത്ത് ഗവൺമെൻറ് വാങ്ങി. ആ ഗവൺമെൻറ്റിൽ ജോലിയുള്ള ഒരു അറബി എനിക്കുണ്ടായിരുന്നു, അവർ കൊണ്ടു തന്നാണ് ഈ അർസാത്തിൻ്റെ വാഴ അങ്ങനെ ഉണ്ടായതാണ്. അർസാത്ത് ഫാമിൽ നിന്ന് രാജാവിൻ്റെ പിന്നെ തോട്ടത്തിൽ നട്ട് അതിൽ നിന്ന് അവിടെ നിന്ന് ആളുകൾ അറബികൾ അവർക്ക് ഇഷ്ടപ്പെട്ട തോട്ടങ്ങളിലൊക്കെ കൊണ്ടുപോയി നട്ട് അങ്ങനെ ഒരു പരീക്ഷണമല്ലാതെ വേറെ ഒന്നുമില്ല. ഇവിടെ നിന്ന് തന്നെ ഇതിന് തന്നെ ഇവിടെ വാഴക്കൃഷി പ്രത്യേകത നമ്മുടെ നാട്ടിലെ പോലെ അത് എല്ലാ വർഷവും മാറ്റി വെക്കേണ്ട കാര്യം വെക്കുന്നില്ല. അത് ഒരു തവണ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കച്ചറ പിഴുത് മാറ്റുക, എന്നാൽ അതിൽ നിന്ന് വേണ്ട വിത്ത് പൊട്ടി ഉണ്ടായിട്ട് അതങ്ങനെ നിർത്തി കൊടുക്കുക, അതിന് വളം ചെയ്ത് കൊടുക്കുക. എന്നാൽ വെള്ളം ഇഷ്ടം പോലെ ഉണ്ടല്ലോ, നാട്ടിലെ പോലെ പിന്നെ ജലലഭ്യതക്ക് കുറവില്ലല്ലോ, അതുകൊണ്ട് പിന്നെ അതങ്ങനെ ചെയ്തു കൊടുക്കുക. അതുകൊണ്ടാണ് ഈ ഇടവിള എന്നുള്ള ഒരു ഇതിൽ. അതുപോലെ തന്നെ ഈ വാഴ മാറ്റിയിടുമ്പോൾ 10, 15, 30 വർഷമായ വാഴ വരെ എൻ്റെ തോട്ടത്തിൽ ഉണ്ടായിരുന്നു. വാഴ എടുത്ത് മാറ്റുക എന്ന് പറയുന്നത് ഇതിന് വാഴ ഇലയ്ക്കൊരു മഞ്ഞ കളർ വരും. ആ മഞ്ഞ കളർ വരുമ്പോൾ അത് പിഴുത്ത് വേറെ അവിടെ പൂട്ടി ഉണക്കി വേറെ നടും. മറ്റൊരു തരം കൃഷിയാണ് ഈ അടുക്കളത്തോട്ടങ്ങൾ. ഇപ്പോൾ സ്ത്രീകൾ എത്രമാത്രം ഇതിൽ ഇൻവോൾവ് ആവാറുണ്ട് ഈ വീട്ടിലും വീട്ടുവളപ്പിലെങ്കിലും പുരുഷന്മാർ അവരവരുടെ റൂമിൻ്റെ അവിടെ പച്ചക്കറികളെല്ലാം നട്ടുപിടിപ്പിച്ച് അവരുടെ ഇപ്പം നാട്ടിലാണെങ്കിൽ നമുക്കിപ്പോൾ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നാണ് ഒരു കറിവേപ്പില വേണമെങ്കിലും കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വരണം. ഇവിടെ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഉടനെ പോയി ഒരു കറിവേപ്പില മേടിച്ചുകൊണ്ട് വരാം. പച്ചക്കറി ആയാലും ചെറിക്ക, കത്തിരിക്ക, വഴുതനങ്ങ, മല്ലി, അങ്ങനെയുള്ള എല്ലാ വെജിറ്റബിളിൻ്റെ എല്ലാ ഇതും നമ്മുടെ തോട്ടങ്ങളിൽ അല്ലെങ്കിൽ അവർ താമസിക്കുന്ന റൂമിൻ്റെ ഫ്രണ്ടിൽ അവർ തന്നെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട്. ചീര, കറിവേപ്പില, അങ്ങനെ എന്ത്, തക്കാളി, പച്ചമുളക്, എന്ത് പച്ചക്കറി. ഇപ്പം ഇവിടെ ഇപ്പം എന്നെ സംബന്ധിച്ച് പറയുന്നത് ഞാനിപ്പം കടയിൽ പോയി കഴിഞ്ഞാൽ
പച്ചക്കറി ആയിട്ട് മേടിക്കുന്ന തക്കാളി മാത്രമേ മേടിക്കലുള്ളൂ. ബാക്കിയുള്ള എല്ലാം നമ്മളിപ്പം ഉച്ചയ്ക്ക് തോരൻ വെക്കാൻ ഒന്നുമില്ലെങ്കിൽ ഒരു കൂമ്പൊടിക്കുക, അല്ലെങ്കിൽ വാഴപ്പിണ്ടി പിടിക്കുക, അല്ലെങ്കിൽ ചീര കൊണ്ടുവരിക. നാച്ചുറലായിട്ടുള്ള ഫുഡ് നമുക്ക് ഹെൽത്തി, അത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ സലാലയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പോയി പാകം ചെയ്ത് ഫ്രഷായിട്ട് കഴിക്കാം. ഈ തേനീച്ച കൃഷിയിൽ എന്തെങ്കിലും അങ്ങനെ പുതിയ പരീക്ഷണങ്ങൾ ചെയ്യാറുണ്ടോ? തേനീച്ച പുതിയ പരീക്ഷണം എന്ന് പറയുന്നത് ഗ്രാഫ്റ്റിംഗ് വഴി റാണിയെ കൂടുതലുണ്ടാക്കി ചെയ്യുന്നൊരു രീതിയാണ്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഇപ്പോൾ ഇവിടുത്തെ ഗവൺമെന്റിലേക്ക് സപ്ലൈ എവിടേക്കാണ് ഈ തേൻ ഈ വിപണിയിലേക്ക് ഇങ്ങോട്ടേക്കാണ് അയക്കുന്നത്? ഇത് ദുബായ്, കുവൈറ്റ് പല സ്ഥലങ്ങളിലും അങ്ങനെ എക്സ്പോർട്ട് ആണ്. അവർ പല ബ്രാൻഡുകളിലേക്ക് പല ബ്രാൻഡായിട്ടാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവിടെ തന്നെ തേൻ കൂടുതൽ വിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ഒമാനീസ് ഫുഡിൻ്റെ ഒരു സൈഡ് ഡിഷായിട്ടാണ് തേനെ കാണുന്നത്. തേനില്ലാത്ത ഒരു ഫുഡ് അവർക്കില്ല എന്നുള്ളതാണ്. അവർ ഒരു നേരമെങ്കിലും തേൻ കഴിച്ചിരിക്കും. ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് 450-500 രൂപ കൊടുത്ത് ലിക്വർ മേടിച്ച് കഴിച്ചാലും 160 രൂപ കൊടുത്ത് ഒരു കുപ്പി തേൻ മേടിച്ച് വീട്ടിൽ മേടിച്ച് തേൻ കഴിക്കത്തില്ല. കാരണം തേൻ ഔഷധഗുണമുള്ളത് തേനാണ്, പക്ഷേ ലിക്വറാണ് അവർക്ക് ആവശ്യം. ഈ തേന് വേണ്ടി ആരും പൈസ ചിലവാക്കുന്നില്ല. ഇതിപ്പം ആൻറ്റിബയോട്ടിക് മെഡിസിൻ എന്ന് പറയുന്നത് തേൻ. പണ്ടുള്ള പുരാതന കാലത്ത് മെഡിസിൻ എല്ലാം കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ എല്ലാ മുറിവുകൾക്കായാലും ശരീരത്തിനുള്ള എന്ത് അസുഖത്തിനും തേനായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ആയുർവേദത്തിൻ്റെ ഹോസ്പിറ്റലുകളുണ്ട്, ഡൊമാനൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ നമ്മുടെ ഒരു പയ്യന് വേണ്ടി പോയതാണ്. അവിടെ നമ്മൾ തേനും പൂമ്പൊടിയും, ഈ തേനിൽ ഈച്ചയിൽ നിന്നുണ്ടാക്കുന്ന പൂമ്പൊടിയാണ് അവർ നമുക്ക് മരുന്നായിട്ട് തരുന്നത്. അപ്പോൾ ആ തേനും പൂമ്പൊടിയും പ്രോപോളിഷ് ഇതെല്ലാം തേനിൻ്റെ എല്ലാ സാധനങ്ങളും മെഡിസിനായിട്ടാണ്. അത് നമ്മുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്ക് ഉള്ള ബലവും ആരോഗ്യത്തിന് ദോഷകരമല്ലാത്ത എല്ലാ ഇതുണ്ട്. മസീസ് ജി, ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു മാർക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു. ഇവിടെയുള്ള സാധനങ്ങൾ ഇവിടെ വിപണിയിലേക്ക് എത്തുമ്പോൾ വില കൂടുതലാണോ കുറവാണോ? നമ്മുടെ നാട്ടിൽ ക്രമാതീതമായ വർധനം ഉണ്ടാവില്ല. അത് പിന്നെ മുനിസിപ്പാലിറ്റി ഇടപെട്ടിട്ട് കൊണ്ട് ക്രമാതീതമായി വർദ്ധിപ്പിക്കാനും പറ്റില്ല. അത് പിന്നെ കർഷകന് കിട്ടുന്നതിന്റെ ഒരു തോതനുസരിച്ചിട്ട് മാത്രം തന്നെ കൂട്ടി വെക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പോലല്ല, ഒരു ചെറിയ ലാഭം മാത്രമേ. ഒരു കിലോയുടെ പുറത്ത് 50 പൈസ ഇവിടെ കൂടുതൽ ലാഭം വെച്ച് വിൽക്കാനും പറ്റത്തില്ല. ഇവിടുത്തെ ഗവൺമെന്റ് അതിന് വളരെ കർശന നടപടിയാണ്. ഇപ്പോൾ ഒരു 150 പൈസ കൊടുത്തൊരു കരിക്ക് മേടിച്ചുകൊണ്ട് വന്ന് 200 പൈസ അല്ലെങ്കിൽ 250 പൈസ കൂടുതൽ ഇവിടെ വിൽക്കാൻ പറ്റത്തില്ല. ഒരു കിലോ കായ് ഇപ്പോൾ 500 പൈസ കൊടുത്ത് മേടിച്ചുകൊണ്ട് വന്നാൽ 600 പൈസ കൂടുതൽ വിൽക്കാൻ പറ്റത്തില്ല. ഇപ്പം നാട്ടിലാണെങ്കിൽ ഇപ്പം 100 രൂപയുടെ സാധനം 300 രൂപയ്ക്കും 400 രൂപയ്ക്കും വിൽക്കുന്നുണ്ട്. അതാണ് നാട്ടിൽ നടക്കുന്നത്. പിന്നെ ഇവിടുത്തെ ഇതെന്ന് അനുസരിച്ച് നമുക്ക് ഇപ്പം നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പെട്ടെന്ന് ഗ്യാസ് തീർന്ന് നമുക്കിപ്പോൾ ഫോൺ വിളിച്ചാൽ ഗ്യാസ് ഇവിടെ കിട്ടും. നാട്ടില് 45 ദിവസം, ഇത് 50 ദിവസം 60 ദിവസം കാത്തിരുന്നാലും കിട്ടത്തില്ല. പിന്നെ ഇവിടുത്തെ വിപണിക്ക് വേറെ പ്രത്യേകതയുണ്ട്. ഇവിടെ നാട്ടിലെ വിപണി മാഫിയയാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ ഇല്ല. ഇവിടെ കർഷകരിൽ തന്നെ ചില ആളുകൾ അത് സ്വരൂപിച്ച് പുറത്ത് മാർക്കറ്റിൽ വിൽക്കുന്നു. അതെല്ലാം തുച്ഛമായ ലാഭമാണ്, അല്ലാതെ കൊള്ളലാഭമില്ല. അതിന് ഗവൺമെന്റ് അനുവദിക്കുകയുമില്ല. എന്തായാലും നേരത്തെ ഒരു 4 വരി കവിത പറഞ്ഞിരുന്നു. ഞാൻ ഇവിടെ വാരാധ്യ മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ചു വന്ന എൻ്റെ സ്വന്തം കവിതയാണത്. കേരങ്ങൾ തിങ്ങി വളരുന്നുവെങ്കിലും കേരള മക്കൾ നിറയെയുണ്ടെങ്കിലും ചേരമാനന്ത്യമുറങ്ങുന്നുവെങ്കിലും കേരള മല്ലിത സുഹൃതം സലാല, കേരള മല്ലിത സുഹൃതം സലാല. കുന്നും മലകളും കാവലിരിക്കുന്ന കുഞ്ഞാറ്റക്കുരുവികൾ കലപില കൂട്ടുന്ന കന്നുകൾ കൂട്ടമായി മേഞ്ഞു നടക്കുന്ന ചന്നം പിന്നം മഴത്തുള്ളികൾ പാറുന്ന എന്നും 16 മിന്നിത്തിളങ്ങുന്ന പൊന്നു വിളയുന്ന മണ്ണ് സലാല. അപ്പോൾ വരദാനമായി ലഭിച്ച ഈ ഒരു മണ്ണിൽ ഇനിയും പൊന്നു വിളയട്ടെ. ആ പൊന്നു വിളയിക്കാൻ ഈ കർഷകർക്ക് സാധിക്കട്ടെ. ഇനിയും നന്മകൾ ഉണ്ടാവട്ടെ. ഇത് കണ്ട് നമുക്ക് പഠിക്കാനാവട്ടെ. അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. സാൻ 40 ടോക്കിൽ ഞാൻ നിങ്ങളോടൊപ്പം ക്രിസ്.